നമസ്കാരം. ഇല അനങ്ങണമെങ്കിൽ, ഒരു ഗ്രാമത്തിൽ നിന്ന് അടുത്ത ഗ്രാമത്തിലേക്ക് പോകണമെങ്കിൽ, കല്യാണം കഴിക്കണമെങ്കിൽ, കല്യാണത്തിന് സദ്യ കൊടുക്കണമെങ്കിൽ, ഡെഡ് ബോഡി എടുക്കണമെങ്കിൽ, വസ്തു വാങ്ങണമെങ്കിൽ, വീട് വയ്ക്കണമെങ്കിൽ, കിണർ കുഴിക്കണമെങ്കിൽ, എല്ലാ കാര്യവും സകല കാര്യവും പാർട്ടി അറിയാതെ ഒന്നുമില്ല. രക്തത്തിൽ പാർട്ടി, ഞരമ്പിൽ പാർട്ടി, തലച്ചോറിൽ പാർട്ടി, ഹാർട്ടിൽ പാർട്ടി, മൂത്രത്തിൽ പാർട്ടി, സകല സ്ഥലത്തും പാർട്ടി അല്ലാതെ മറ്റൊന്നുമില്ല. അങ്ങനെ പാർട്ടി ഗ്രാമങ്ങൾ സൃഷ്ടിച്ച് ജനാധിപത്യത്തിൻ്റെയോ മറ്റ് സോഷ്യലിസത്തിൻ്റെയോ ഒരു അടയാളവുമില്ലാതെ മുഴുവൻ പാർട്ടി. അപരിചിതനായ ഒരാൾ വന്ന് ഗ്രാമത്തിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ പോയാൽ പാർട്ടി തിരക്കിയിരിക്കും. അതാര്? കല്യാണം കഴിക്കണമെങ്കിൽ പാർട്ടി, കല്യാണം എങ്ങനെ നടത്തണമെങ്കിൽ എന്നുള്ളത് പാർട്ടി, എല്ലാം പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ ഉരുക്ക് കോട്ട. അങ്ങനെയുള്ള മലപ്പട്ടം എന്ന് പറയുന്ന ഗ്രാമത്തിൽ, ആന്തൂർ എന്ന് പറയുന്ന മറ്റൊരു ഗ്രാമത്തിൽ, തലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് കൂത്തുപറമ്പ്, മലപ്പട്ടം എന്നൊക്കെ പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതെ ഒരു മനുഷ്യനില്ല അവിടെ കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് മെമ്പർമാർ മത്സരിച്ചവരെ റെഡിയാക്കി. ആന്തൂർ അത് തന്നെയായിരുന്നു. അതുകൊണ്ട് മത്സരിക്കാൻ പറ്റില്ല അവിടെ. ചില കോളേജിൽ SFI പിള്ളേർ കാണിക്കുന്ന പോലെ മത്സരിക്കാൻ, അല്ലെ ചിലയിടത്ത് ABVP അങ്ങനെയാണ്. ABVP അപ്പർ ഹാൻഡ് ഔട്ട് സ്ഥലത്ത് ABVP അങ്ങനെ കാണിക്കും, KSUവിന് അപ്പർ ഹാൻഡ് ഔട്ട് സ്ഥലത്ത് KSU അങ്ങനെ കാണിക്കും. അങ്ങനെ MSFനുള്ളത് അത് ആർക്കാണോ അപ്പർ ഹാൻഡ് അവർ കാണിക്കും. പക്ഷേ പാർട്ടിയിൽ അങ്ങനെ, രാഷ്ട്രീയത്തിൽ CPM മാത്രമാണ് കൂടുതലും ഇത് കാണിക്കുന്നത്. അങ്ങനെയുള്ള കണ്ണൂരിൽ പടപട പൊട്ടുകയാണ്. ഇന്നലെ പുറത്തു വന്നിരിക്കുന്നത് TK ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അംഗം, വലിയ നേതാവാണ്. അദ്ദേഹം ഹാൻഡെക്സിൻ്റെ ചെയർമാനാണ്. നേരത്തെ പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ ചെയർമാനായിരുന്നു. നിരവധി സ്ഥലങ്ങളിൽ ചെയർമാൻഷിപ്പും 10-50 വർഷക്കാലത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജിഹുവായി നിന്ന TK ഗോവിന്ദൻ പോയപ്പോൾ നമ്മൾ പറയും വർഗവഞ്ചകനാണ്, ചതിയനാണ്, പിന്നെ ഏഴാം കൂലിയാണ്, കിടക്ക് പുറത്ത്, അത് വേറെ വിഷയം. പക്ഷേ അദ്ദേഹം പോയ TK ഗോവിന്ദൻ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന 3 പ്രാവശ്യം MLA ആയിരുന്ന ഗോവിന്ദ മാഷ്, പാർട്ടി സെക്രട്ടറിയായ ഗോവിന്ദ മാഷിൻ്റെ ഭാര്യ ശ്യാമളയ്ക്ക് സീറ്റ് കൊടുത്തതുമായി, PK ശ്യാമളയ്ക്ക് സീറ്റ് കൊടുത്തതുമായി ബന്ധപ്പെടുത്തിയിട്ട് കൂടെയാണ് അദ്ദേഹം പോയത്. പക്ഷേ വിഷയം അതല്ല. ഇന്നലെ 2 കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. ഒന്ന്, തലശ്ശേരി കോടതിയിൽ നിന്ന് നവീൻ ബാബു, ADMൻ്റെ നവീൻ ബാബുവിൻ്റെ PP ദിവ്യയുടെ കേസ്, അവർ പ്രതിയായിട്ടുള്ള കേസ് പുനരന്വേഷിക്കണമെന്ന് തലശ്ശേരി കോടതി പറഞ്ഞത് ഇന്നലെയാണ്. അതുപോലെയാണ് ആന്തൂറിലെ സാജൻ മരിച്ചത്. ശ്യാമള ചെയർപേഴ്സണായിരിക്കുന്ന ആന്തൂർ നഗരസഭയുടെ മുനിസിപ്പാലിറ്റിയുടെ അവിടെ നിന്ന് കത്ത് കൊടുക്കാത്തത് കൊണ്ട് മാത്രമാണെന്നും അദ്ദേഹത്തിനോട് കൈക്കൂലി ആവശ്യപ്പെട്ടെന്നും, കൈക്കൂലി കിട്ടിയില്ലെങ്കിൽ ഞാൻ ചെയർപേഴ്സണായിരിക്കുന്നിടത്തോളം കാലം താൻ ഈ കെട്ടിടം വയ്ക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് നിരവധി വർഷം ആഫ്രിക്കയിലും വിദേശ രാജ്യങ്ങളിലും കഷ്ടപ്പെട്ട് കിടന്ന് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി കൊണ്ടുവന്ന പാർട്ടിക്കാരനായ സാജൻ ആത്മഹത്യ ചെയ്തപ്പോൾ, സാജൻ്റെ ആത്മഹത്യയിൽ ശ്യാമളയ്ക്ക് പങ്കുണ്ടെന്ന് അവിടുത്തെ പാർട്ടിയിലെ ബഹുജന സംഘടനകളും പൊതുജനങ്ങളും എല്ലാവരും എതിർത്ത് ശ്യാമളയ്ക്കെതിരെ വന്നപ്പോൾ പാർട്ടി അന്വേഷിക്കും, നടപടിയെടുക്കുമെന്ന് പറഞ്ഞു. എന്തന്വേഷിച്ചു, എന്ത് നടപടിയെടുത്തു എന്നാണ് TK ഗോവിന്ദൻ ചോദിക്കുന്നത്. ആ TK ഗോവിന്ദൻ ഒരുപക്ഷെ സ്വതന്ത്രനായി മത്സരിക്കാൻ സാധ്യതയുണ്ട്. സ്വതന്ത്രനായി മത്സരിച്ചാൽ UDFൻ്റെ സപ്പോർട്ട് കിട്ടാനും സാധ്യതയുണ്ട്. തളിപ്പറമ്പിൽ ജെയിംസ് മാത്യു നേരത്തെ അവിടെ എന്തായിരുന്നു, MLA ആയിരുന്നൊരു സ്ഥലമാണ്. ജെയിംസ് മാത്യുവിൻ്റെ ഭാര്യ സുകന്യ, N സുകന്യ, SFIയുടെ പഴയ പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ് N സുകന്യ, അവർ ജില്ലാ പഞ്ചായത്ത് അംഗമൊക്കെയായിരുന്നു. N സുകന്യയ്ക്കായിരിക്കും സീറ്റ് എന്നാണ് കേട്ടത്. പക്ഷേ N സുകന്യയ്ക്കല്ല, ശ്യാമള ടീച്ചറിനാണ് സീറ്റ് കൊടുത്തിരിക്കുന്നത്. ഇത് പിണറായിയും ഗോവിന്ദ മാഷും തമ്മിലുള്ള ഒരു അച്ചാമച്ച കമ്പനിയിൽ വന്നിട്ടുള്ള ഒരു കണക്ക് കൂട്ടലിലാണ് എന്നാണ് TK ഗോവിന്ദൻ്റെ ആക്ഷേപം. TK ഗോവിന്ദൻ നിരവധി കാര്യങ്ങൾ ഇന്ന് മാതൃഭൂമി പത്രത്തിൽ വലിയ ആർട്ടിക്കിൾ കൊടുത്തിട്ടുണ്ട്, അഭിമുഖം കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഏഷ്യാനെറ്റിൽ ഇന്നലെ വന്നു. ധാരാളമായ രീതിയിൽ തുറന്നടിക്കുകയാണ് TK ഗോവിന്ദൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് സംഭവിച്ചിരിക്കുന്ന ജയരാജന്മാരും 3-4 ജയരാജന്മാരും ശ്രീമതി, ഒരു 5-6 പേരാണ്. EP ജയരാജൻ, P ജയരാജൻ, MV ജയരാജൻ, പിന്നെ ശ്രീമതി ടീച്ചർ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പിണറായി, ഒരു 2 കയ്യിൽ എണ്ണാൻ കഴിയുന്ന ഒരു 10 പേർക്ക് താഴെയുള്ള നേതാക്കൾ, 10 പേരില്ലാന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞല്ലോ, EP ജയരാജൻ, P ജയരാജൻ, MV ജയരാജൻ, 3 ജയരാജന്മാർ, പിന്നെ ഈ പിണറായി വിജയൻ, ഗോവിന്ദ മാഷ്, പിന്നെ ഇപ്പോൾ വേണമെങ്കിൽ KK രാഗേഷ്, ഇങ്ങനെ ഒരു 8-10 പേരടങ്ങുന്ന ഒരു വലിയ ഒരു ഗുഹാ സംഘം അല്ലെങ്കിൽ ഒരു വേറൊരു സംഘമാണ് കണ്ണൂരിലെ പാർട്ടിയെ നയിക്കുന്നതെന്നും
അവർ നടത്തുന്നത് കോടാനുകോടി രൂപയുടെ തട്ടിപ്പും വെട്ടിപ്പും ഈവൻറ്റ് മാനേജ്മെൻറ്റും പാർട്ടിയുമായി ഒന്നും ആലോചിക്കാതെ ഞാൻ നേരത്തെ പറഞ്ഞു ഉറുമ്പനങ്ങണമെങ്കിൽ ഒരു പഞ്ചായത്തിൽ കൺവെൻഷൻ നടത്തണമെങ്കിൽ പാർട്ടി അറിയേണ്ടുന്ന കൺവെൻഷനെയൊക്കെ സംബന്ധിച്ച് കൃത്യമായി പാർട്ടിയിൽ കണക്ക് പറയേണ്ടുന്ന ഒരു സ്ഥലത്ത് ഒരു കണക്കും പറയാതെ ആ മണ്ഡലത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന നമ്മുടെ ടി കെ ഗോവിന്ദൻ ഇപ്പോൾ രാജിവെച്ച ടി കെ ഗോവിന്ദൻ അദ്ദേഹം സെക്രട്ടറി ആയിരുന്നിട്ട് ഒരു കാര്യം അദ്ദേഹത്തെ ആലോചിക്കാതെ ഗോവിന്ദ മാഷി ചെയ്തതിൻ്റെ അഴിമതിയുടെ കഥകളും പറയുന്നു. ഒരു വശത്ത് അഴിമതിയുടെ കഥ പറയുന്നു, മറുവശത്ത് സാജൻ്റെ മരണത്തിന് ഉത്തരവാദിയുടെ കഥ പറയുന്നു, മൂന്നാമത് ഭാര്യയ്ക്ക് സീറ്റ് കൊടുത്ത കഥ പറയുന്നു, നാലാമത് മധുസൂദനൻ്റെ തെരഞ്ഞെടുപ്പ് പയ്യന്നൂരിലെ മധുസൂദനൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി കുഞ്ഞകൃഷ്ണൻ എന്ന് പറയുന്ന മറ്റൊരു സീനിയർ സഖാവ് ഒരു ജില്ലാ കമ്മിറ്റിയിലുള്ള പുറത്തുപോയ മറ്റൊരു സഖാവ് പറയുന്നതും 100% ശരിയാണ്. മധുസൂദനൻ രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചിട്ടുണ്ടെന്നും പറയുകയാണ്. അപ്പോൾ കണ്ണൂർ രാഷ്ട്രീയം വളരെ മനോഹരമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത്. ഈ പ്രതിസന്ധി സൃഷ്ടിച്ചതല്ല, സ്വയം കൃതനാർത്ഥം എല്ലാവരും കൂടി അവർ തന്നെ വാങ്ങിയെടുത്തു എന്ന് മാത്രമല്ല വളരെ കൃത്യമായി പാർട്ടി എന്ന് പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്, വർഗ ബഹുജന സംഘടനകൾ എന്നൊക്കെ പറയുന്നത് കടലാസിലും എഴുത്തിലും പ്രസംഗത്തിലും വാചകത്തിലും ടി ശശിധരനെ പോലുള്ള ആളുകൾ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ നീട്ടിയടിക്കും. ഒരു കാര്യവുമില്ല. ഇതെല്ലാം കടലാസിൽ മാത്രമേ ഉള്ളൂ, വാചകത്തിൽ മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഒരു കോർപ്പറേറ്റ് രാഷ്ട്രീയത്തിൻ്റെയും സ്വജനപക്ഷപാതത്തിൻ്റെയും ബന്ധുമിത്രാദികൾക്ക് സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നതിൻ്റെയും അഴിമതിയുടെയും കൂത്തരങ്ങായി ഒരു പ്രസ്ഥാനം അതപ്പതിച്ച് പോയി എന്നാണ് കണ്ണൂരിലെ വളരെ ഉത്തരവാദിത്തപ്പെട്ട സഖാക്കൾ പുറത്തു വന്ന് പറയുന്നത്. ഇത് വളരെ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ്. കേരളത്തിലാകെ പലയിടങ്ങളിൽ, കൊട്ടാരക്കരയിൽ ഐഷാ പോറ്റിയും ആലപ്പുഴയിൽ സുധാകരനും, ഇടുക്കിയിൽ ചെന്നാൽ രാജേന്ദ്രനും, ഇവിടെ മധുസൂദനൻ്റെ നാട്ടിൽ പയ്യന്നൂരിൽ കുഞ്ഞകൃഷ്ണനും, ഇപ്പുറത്ത് വന്നാൽ ഇപ്പോൾ ടി കെ ആനന്ദനും, അങ്ങനെ തുടങ്ങി നിരവധി വളരെ പ്രമുഖരായിട്ടുള്ള ആളുകളാണ് CPM-നോട് വിട പറഞ്ഞ് കോൺഗ്രസിലും BJP-യിലും മറ്റു പാർട്ടികളിലും പോയി സ്ഥാനാർത്ഥിയാവുകയും നിൽക്കുകയൊക്കെ ചെയ്യുന്നത്. ഇത് വളരെ ഗുരുതരമായിട്ടുള്ള രാഷ്ട്രീയമായ ഒരു പ്രതിസന്ധി അല്ലേ? CPM ഇനിയെങ്കിലും പാഠം പഠിക്കുമോ? എന്ത് പാഠം പഠിക്കാൻ? കാരണം വിജയരാഘവൻ്റെ ഭാര്യയെ നിർത്തി, ഡോക്ടർ ബിന്ദുവിനെ നിർത്തി, ഒരു എട്ടിനും ചുക്കനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരു വെള്ളിയാഴ്ചയും വ്യവസ്ഥയുമില്ലാത്തൊരു മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറഞ്ഞ് കൈകാര്യം ചെയ്ത് മൂച്ചൂടും മുടിച്ചൊരു മന്ത്രി. എന്ത് കാര്യമാണ് ഇവിടെ? വൈസ് ചാൻസലർമാർ പോലും ഇല്ലാതെ ഗവർണറും ചാൻസലറും വൈസ് ചാൻസലറും ഗവർണർമാരും മന്ത്രിയും തമ്മിലൊക്കെ എന്നും കുസ്തിയും ബഹളവും. നല്ലതുപോലെ ഒന്നുകിൽ മലയാളത്തിൽ പ്രസംഗിക്കുക, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിക്കാതിരിക്കുക. ഇംഗ്ലീഷിൽ പ്രസംഗിച്ച് എവിടെയെങ്കിലും പോകുമ്പോൾ വീട് തലയിൽ വെച്ചുകൊണ്ട് പോകും, തലയുടെ മുകളിൽ വീടെടുത്ത് വെച്ചുകൊണ്ട് പോകും എന്നൊക്കെ പറയുന്ന പ്രസംഗമൊക്കെ നടത്തി അപഹാസ്യതയായിട്ടുള്ള വളരെ മോശപ്പെട്ട ഒരു മന്ത്രിയുടെ പ്രകടനം കാണിച്ച മന്ത്രിക്ക് അവസരം കിട്ടിയത് വിജയരാഘവൻ്റെ ഭാര്യ എന്നുള്ള കെയർ ഓഫിലാണ്. ആ കെയർ ഓഫ് ഇവിടെ PK ശ്യാമളയ്ക്ക് കിട്ടുമോ? ഇനി LDF വീണ്ടും വന്നാൽ ശ്യാമള മന്ത്രിയാകുമോ? അതും ആയാലും അത്ഭുതമില്ല. കാരണം അപ്പുറത്ത് ശൈലജ ടീച്ചറിനെ കൊടുത്തിരിക്കുന്നത് കൊലയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. നേർച്ചക്കോഴിയെപ്പോലെ നിരന്തരം കോൺഗ്രസ് ജയിക്കുന്ന, ക്രിസ്ത്യാനികൾക്ക് വലിയ സ്വാധീനമുള്ള പേരാവൂരിൽ സണ്ണി ജോസഫിൻ്റെ പേരാവൂരിലാണ് അവിടെ നിന്ന് ജയിച്ചു വരിക. ഇന്നത്തെ സാഹചര്യത്തിൽ ശൈലജ ടീച്ചർ ജയിച്ചു വരിക എളുപ്പമല്ല. അപ്പോൾ LDF വന്നാൽ റൂട്ട് ക്ലിയറാണ്. ശ്യാമള ജയിച്ചാൽ മന്ത്രിയാക്കാം. പക്ഷേ ജനങ്ങൾ കൂടി ഇത് തീരുമാനിക്കണം. 2 മണ്ഡലത്തിലും പയ്യന്നൂരിലും തളിപ്പറമ്പിലും CPM-ൻ്റെ 2 വലിയ നേതാക്കൾ UDF സപ്പോർട്ടോടുകൂടി മത്സരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെ വന്നാൽ കണ്ണൂർ രാഷ്ട്രീയത്തെ മറ്റൊരു തരത്തിൽ കീഴ്മേൽ മറിക്കുമോ? അത് ഏതൊക്കെ പഞ്ചായത്തുകളിൽ, ഏതൊക്കെ നിയോജകമണ്ഡലങ്ങളിൽ ഇനി അതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് ഏപ്രിൽ 9 അറിയാം. അത് റിസൾട്ടായി അറിയുന്നത് മെയ് 4 ആയിരിക്കും.